സാമുവേലിൻ്റെ ആ വിടവാങ്ങൽ പ്രസംഗം ഹൃദയസ്പർശിയാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏത് നിർമ്മലനിലും വിശുദ്ധനിലും നീതിമാനിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ജനതയാണ് ബൈബിളിലെ ജനത. പക്ഷെ ആ ജനത പറയുകയാണ്, നീ പറഞ്ഞത് 100% അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അയ്യോ, അത് വായിക്കുമ്പോഴാണ് കുറെ കൂടി ഹൃദയം തകരുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇനി പിന്നിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, മുന്നോട്ട് നോക്കാം. ഇനിയുള്ള ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യാത്ത ഒരു ജീവിതം. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അങ്ങനെ പറയേണ്ടായിരുന്നു, അങ്ങനെ പ്രതികരിക്കേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ജീവിതം ഇല്ലാതിരിക്കാൻ സാമുവേൽ ഈ വചനത്താളുകളിലിരുന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടി രാജാവിനെ നൽകുമ്പോൾ സാമുവേൽ ഒരു കാര്യം മറക്കുന്നില്ല. ദൈവം രാജാവിനെ നൽകി കഴിയുമ്പോൾ സാമുവേൽ പറയുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടി ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു രാജാവിനെ ദൈവം നിങ്ങൾക്ക് നൽകി.